ചുവർചിത്രങ്ങളിൽ വൃക്ഷങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരെണ്ണമാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത്. ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരിൽ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഒരുപാട് പേര് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു, പലരും പല സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ചിലതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും അവിടുത്തെ മ്യൂറലുകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചവരുണ്ട്. പഴയ ഗുരുക്കന്മാരെ കുറിച്ച് ചോദിച്ചവരുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട സെന്ററുകൾ എവിടെയൊക്കെയാണ് മ്യൂറലിന്റെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അത്തരം എപ്പിസോഡുകളുമായിട്ട് വരുന്നതായിരിക്കും. അതിനുമുമ്പ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇനിയും ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വൃക്ഷമാണ്. രണ്ട് രീതിയിലുള്ള വൃക്ഷങ്ങൾ നമ്മൾ ചെയ്തു. ഒരു അരയാലും മറ്റൊരു വൃക്ഷവും നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ചെയ്തു. ഇന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെയാണ്, കുറച്ചും കൂടി വേറൊരു രീതിയിലൊരു വൃക്ഷം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് ഇന്ന് ചെയ്തു നോക്കാം. നമ്മൾ പല രീതിയിലുള്ള വൃക്ഷങ്ങളാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മ്യൂറലിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു രീതിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഞാനിത് ഒരു പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി നമ്മുടെ യെല്ലോ ഓക്കർ, ഗാംബോജ് ഹ്യൂ ആ ഒരു മിക്സ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകണതില്ലെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ആദ്യമായിട്ട് സാപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറോടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു വാഷ് ചെയ്യാം. ആദ്യം ഫുള്ളായിട്ട് ഈ ഇലയുടെ ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ കൂടി ഒരു വാഷ് മാത്രം ഫുള്ളായിട്ട് വളരെ ലൈറ്റായിട്ട് നിങ്ങൾ എപ്പോഴും വാഷ് ചെയ്യുക. എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് ചെല്ലും തോറും നമുക്ക് കൂടുതൽ ഷെയ്ഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യത്തെ വാഷൊക്കെ ലൈറ്റായിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അതേ ഡാർക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഷെയ്ഡ് ചെയ്ത് ഡാർക്കറാക്കാൻ പറ്റില്ല സൈഡൊക്കെ. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇലകൾ അടുക്കിയിരിക്കുന്നതുണ്ടോ? വളരെ ഭംഗിയിൽ ഇങ്ങനെ ഇലകളൊരു പ്രത്യേക ഷേപ്പിലുള്ള ഇലകളാണ് ഇതിൽ മുഴുവൻ നമ്മളിങ്ങനെ അടുക്കി വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ഒരു അടുക്കുണ്ട് ഈ ഒരു വർക്കിന് ഇങ്ങനെ ചെയ്യുമ്പോൾ. വളരെ ക്ലിയർ ആയിട്ടുള്ള ഇലകളുടെ ഒരു വളരെ ഭംഗിയായിട്ട് ഇലകൾ ഇങ്ങനെ അടുക്കിയിരിക്കുന്ന പോലെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. കുറച്ചൊരു ആലങ്കാരികം കൂടിയാണ് ഈ ഇത്തരം വൃക്ഷം വരയ്ക്കുന്നത്. കുറച്ചൊരു ഭംഗിയാണ്. അതായത് ഒരു മ്യൂറലിൻ്റെ ഒഴുക്ക് വിടാതെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണിത്. നമുക്ക് ഈ ഇലകളും അതുപോലെ തന്നെ വൃക്ഷങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ആളുകൾ വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പല വൃക്ഷങ്ങളും ഒക്കെ മ്യൂറലിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്യാന്നുള്ളതാണ് വരയ്ക്കുമ്പോൾ. പിന്നെ ഇതൊക്കെ നമ്മൾ പഴയ മ്യൂറലുകളിലും കാണുന്ന ടൈപ്പുള്ള വർക്കുകളാണ്. അത് നമുക്കിത് കംപ്ലീറ്റ് സാപ്പ് ഗ്രീൻ വെച്ചിട്ട് ഒരു വാഷ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു സാപ്പ് ഗ്രീൻ വെച്ചിട്ടുള്ള ഒരു ലെവൽ വാഷ് നമ്മൾ ആ ഇലകൾ മാത്രം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ വൃക്ഷം വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത് നമ്മൾ വൃക്ഷത്തിന് വെള്ള കളറാണ് അതിൻ്റെ തടിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതായത് തടിക്ക് നമ്മൾ ഒരിക്കലും ഒരു വൃക്ഷത്തിൻ്റെതായുള്ള ബ്രൗണിഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കളറുകളാണല്ലോ സാധാരണ തടിക്ക് വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു വെള്ള കളർ തന്നെ വരുന്ന രീതിയിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അതപ്പോൾ നമുക്ക് സൈഡിൽ നിന്നൊന്ന് ഷെയ്ഡ് ചെയ്ത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം ഗാംബോജ് ഹ്യൂ കുറച്ച് യെല്ലോ ഓക്കറും കൂടി ഉള്ളൊരു മിക്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യം വളരെ ലൈറ്റായിട്ടുള്ളൊരു വാഷ്. ഇത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങളിങ്ങനെ ലൈറ്ററാക്കി കൊണ്ടുവരണം. എന്നാലേ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഗാംബോജ് ഹ്യൂവും കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം ഓക്കറും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഞാനിപ്പോൾ അതിൻ്റെ കളർ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഫസ്റ്റ്. ഇതുപോലെ നമ്മളെല്ലാ ശിഖരങ്ങളും നമ്മളിങ്ങനെ ചെയ്യും. അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ വെച്ചാൽ ഞാൻ കുറച്ച് ഗാംബോജ് ഹ്യൂവും അതിൻ്റെ ഒപ്പം കുറച്ച് യെല്ലോ ഓക്കറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ആ കളറിൽ. ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ തടിയും കൂടി ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തു. അതിൻ്റെ സൈഡ് മാത്രം ആ വളവുകളൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഫുള്ളായിട്ട് വാഷ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ചെയ്ത ഗ്രീൻ അവിടെ നമ്മൾ കുറച്ചും കൂടി ഒരു ഡാർക്കർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വല്പം, അതായത് ഗ്രീൻ തന്നെയാണ് പക്ഷേ സ്വല്പം ബ്ലൂ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലേക്ക് നമ്മൾ ഒരു മിക്സ് റെഡിയാക്കുന്നത്. ആ മിക്സ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ, വളരെ ലൈറ്റായിട്ട് ഒരു വാഷ്, വളരെ ലൈറ്റായിട്ടുള്ളൊരു വാഷ് മാത്രം നമ്മൾ ചെയ്യണം ഫുള്ളായിട്ട്. ഞാൻ വരച്ച് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാനിപ്പോൾ രണ്ടാമത് വാഷ് ചെയ്ത് കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഒരു കളർ വെച്ചിട്ട് അതിൻ്റെ എൻഡുകൾ മാത്രമാണ് ഞാൻ വാഷ് ചെയ്ത് പോകുന്നത്. പക്ഷേ വളരെ നമ്മളിനി ഇതിൻ്റെ മുകളിലൊക്കെ വർക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻഡ് മാത്രം കണ്ടോ ഇങ്ങനെ വാഷ് ചെയ്തു. ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് മൊത്തമായിട്ട് അതിനൊരു ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ മറ്റേ എൻഡ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. നമ്മൾ മുകളിൽ ഇനി ബ്ലാക്ക് ഒക്കെ ഇട്ട് വരുമ്പോൾ ഇതൊന്നും പ്രത്യേകം എടുത്തറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ വെറുതെ ജസ്റ്റ് വാഷ് ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു എൻഡ് കൂടി നമുക്കൊന്ന് വാഷ് ചെയ്യാം. വാഷായിട്ട് തന്നെ അത് കിടക്കണം. ഒരു ഷെയ്ഡിങ് പോലെ നമുക്ക് തോന്നുന്നതാണ്. ഞാൻ ഈ ഇലയുടെ അറ്റം മാത്രം ഞാനിങ്ങനെ കുറച്ചൊന്ന് ഡാർക്കറാക്കി പോകണം. ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് കൂടുതലായിട്ട്.
ഉണ്ട്. ഇപ്പോൾ ഞാനിത് ഡാർക്കർ ആക്കിയപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കണ്ടോ, സൈഡ് കുറച്ചും കൂടി ഒരു ഷെയ്ഡ് പോലെയായി. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് മരത്തിൻ്റെ ഇലകൾ നമ്മളിപ്പോൾ ഇത്രയും ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇതൊരു നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതായത് ഇലയുടെ ഡെപ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം, അതുപോലെ തന്നെ ഇലയുടെ നമ്പർ കൂട്ടണമെങ്കിൽ കൂട്ടാം, ശിഖരങ്ങൾ വേണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ ഇതൊരു നമുക്ക് സമയപരിധി ഉള്ള കാരണം ഞാൻ മാക്സിമം കുറച്ചിട്ട് ഉള്ള രീതിയിൽ ഞാൻ ചെയ്തു പോകുന്നത്. ഓക്കെ, മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, പിന്നെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്താൽ മതിയല്ലോ. നമ്മളിപ്പോൾ ഗ്രീൻ്റെ സൈഡ് ഏതാണ്ട് ഫുൾ ഷെയ്ഡിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന തടിയും ഏതാണ്ട് യെല്ലോ വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കൂടി യെല്ലോടൊപ്പം കുറച്ച് സ്കാർലറ്റിലേക്കും കൂടി ചേർത്തിട്ടുള്ള ഒരു ലൈറ്റർ മിക്സ് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഊട്ടിച്ച് സൈഡ് മാത്രം ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യണം. നോക്കിക്കോളൂ നിങ്ങൾ ആ കളർ ടോൺ മാറുന്ന കണ്ടോ നിങ്ങൾ. യെല്ലോ തന്നെയാണ്, പക്ഷേ ഞാൻ കുറച്ചൊരു സ്കാർലറ്റ് ആഡ് ചെയ്ത് വരും. അടുത്ത് നമ്മൾ സ്കാർലറ്റിൻ്റെ ഒപ്പം കുറച്ച് ബേൺസിയനും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻസ് ഒന്നും കൂടി വരയ്ക്കാൻ പോകും. നമ്മൾ ആ സ്കാർലറ്റിൻ്റെ കുറച്ച് ബേൺസിയനും കൂടി ആഡ് ചെയ്തിട്ടുള്ള മിക്സ് വെച്ചിട്ട് നമ്മളിതാ ഈ സൈഡിൽ കൂടി നമ്മളിങ്ങനെ മരത്തിൻ്റെ കംപ്ലീറ്റ് ആ ശിഖരങ്ങളും തടിയെല്ലാം ഒന്നും കൂടി നമ്മൾ ഔട്ട്ലൈൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ബേൺസിയനെ അതിൽ റെഡും കൂടി സ്കാർലറ്റും കൂടി ചേർത്തിട്ട് ഔട്ട്ലൈനും കൂടി വരച്ചപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളൊരു ട്രീ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ ബ്ലാക്ക് ഇടാൻ പോകണം. നമ്മൾ നോക്കിക്കോളൂ എങ്ങനെ ബ്ലാക്ക് ചെയ്യുന്നതെന്ന്. ഓരോ ഇലയായിട്ട് നിങ്ങൾ എടുത്ത് ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ബ്ലാക്ക് ഇടുമ്പോഴേ നമുക്കിതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് കിട്ടുള്ളൂ എപ്പോഴും. അത് ആ ഇല ഇങ്ങനെ നമ്മൾ ഷേപ്പിൽ തന്നെ ചെയ്ത് പോവുകയും ചെയ്യണം. രണ്ട് ഞെട്ടി പോലെ ഇങ്ങനെ വരച്ചിട്ട് ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരച്ച് തന്നെ നിങ്ങൾ ഇല കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഏതാണ്ട് ഇലകൾ ബ്ലാക്ക് ഇട്ട് തീരാറായി. അപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തടിയാണ്. തടി നമുക്ക് ബ്ലാക്ക് ഇടാം. തടിയുടെ സൈഡിൽ കൂടി നമ്മളിങ്ങനെ കൃത്യമായിട്ട് ബ്ലാക്ക് വേണ്ട സ്ഥലങ്ങൾ മാത്രം ബ്ലാക്ക് ഇട്ട് പോരുക. ഈ ബ്ലാക്ക് ഇടുമ്പോഴാണ് ശരിക്കും ഒരു മ്യൂറലിന് അതിൻ്റെ ശരിയായിട്ടുള്ള ഭംഗി വരുന്നത്. നമ്മൾ തുടങ്ങണ ഒരു രേഖയിലാണ്, അവസാനിപ്പിക്കുന്നത് കേരള മ്യൂറൽസ് ഒരു രേഖയിൽ തന്നെയാണ്. അതാണ് നമ്മുടെ ഗുണം, രേഖീയമാണ് നമ്മുടെ ചിത്രങ്ങൾ. ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ ബ്ലാക്ക് നമ്മളിങ്ങനെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഔട്ട്ലൈൻസ് നമ്മൾ ആദ്യം വരച്ചു തുടങ്ങിയ അതേ ഔട്ട്ലൈൻസ് തന്നെയാണ് ഈ ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ ആ ഡിസൈൻസ് മ്യൂറലിൽ വരുന്ന ഡിസൈൻസാണ് ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ, അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുവരണം. അവിടെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മ്യൂറലിലെ ഡിസൈൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യണത്. ഒഴുക്കി കൈ ഇങ്ങനെ ഒറ്റയടിക്ക് നമ്മളിങ്ങനെ വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ നമുക്കതിൽ വളരെ ഭംഗിയായിട്ടത് ഒട്ടും തന്നെ ബ്രേക്ക് ആവാതെ, ലൈൻസ് ബ്രേക്ക് ആവാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്കത് പ്രാക്ടീസ് കൊണ്ട് അത് ശരിയാവും. നമ്മളിതിൻ്റെ താഴേക്ക് ആ തടിയുടെ അറ്റവും കൂടി ബ്ലാക്ക് ഇടണം നമ്മൾ. ഞാനിപ്പോൾ ഇതിൽ ബ്ലാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് ഇൻഡിഗോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് എവിടേക്കൊന്നും കുറച്ച് കൃത്യം ശരിയാക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ശരിയാക്കാം. അപ്പോൾ നമ്മൾ ഒരു മരത്തിൻ്റെ ഒരു വർക്ക് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം, ശിഖരങ്ങൾ കൂട്ടാം, അപ്പോഴൊക്കെ കൂടുതൽ ഭംഗിയാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡിസൈൻസ് എല്ലാം കൂട്ടി തടി വലിയ ഭംഗിയാക്കാം. ഞാനിതൊരു എത്രയും ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ചെയ്തു പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കി ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു പേപ്പറിൽ സ്കെച്ച് ചെയ്യുന്നു. സ്കെച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ട്രേസ് ചെയ്യാവുന്ന രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ട്യൂട്ടോറിയൽ ആയാലും ഡയറക്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗാംബോജിയു ആ യെല്ലോ ഓക്കർ മിക്സ് വെച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ ഔട്ട്ലൈൻ ഫുള്ള് ബ്രഷ് വെച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ സാൽഗ്രീൻ വെച്ചിട്ട് വാഷ് ചെയ്തു കംപ്ലീറ്റ് ഇലകൾ. ഈ സൈഡ് കംപ്ലീറ്റ് ഈ മരത്തിൻ്റെ തടിയുടെ സൈഡ് മുഴുവൻ നമ്മൾ യെല്ലോ ഓക്കറും ഗാംബോജിയു കൂടുതലായിട്ടുള്ള ഒരു മിക്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് വാഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വാഷ് എന്ന് പറയുന്നത് ഇലയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ പ്രഷ്യൻ ബ്ലൂം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സൈഡും ആ സെൻറ്ററും മാത്രം കുറച്ച് ചെയ്തിട്ട് നമ്മളത് കുറച്ചൊന്ന് ഷെയ്ഡിങ് എഫക്റ്റിലേക്ക് കൊണ്ടുവന്നു. മരത്തിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സ്കാർലറ്റിലേക്ക് റെഡ് കളറും അതിൻ്റെ ഒപ്പം കുറച്ച് ഗാംബോഷിയും കൂടി ചേർത്തിട്ടൊരു രണ്ടാമത്തെ വാഷ് ചെയ്തു. അതിനുശേഷം മൂന്നാമത്തെ വാഷ് നമ്മൾ ചെയ്തത് ബേൺസിയനെയും അതിൻ്റെ ഒപ്പം സ്കാർലറ്റിലേക്കും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു ഔട്ട്ലൈനും വരച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് വരച്ചു. ഇത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നണം, എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പോരായ്മയൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് ഒന്ന് ടച്ച് ചെയ്തൊക്കെ കൊടുക്കാം. നമ്മളിപ്പോൾ വേറൊരു രീതിയിൽ ഇന്നൊരു മരം കൂടി വരച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഞാൻ വരച്ചത് നിങ്ങൾ ഒരുമിച്ച് വരയ്ക്കണം. നിങ്ങൾ അതുപോലെ തന്നെ അത് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ വളരെ നേരത്തെ പറയാനുള്ള പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് ലൈവിൽ നിന്ന് മനസ്സിലായി. ലൈവിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. കുറേ സംശയങ്ങൾ ഒരുപാട് ഒരു മണിക്കൂർ 1.25 മണിക്കൂറുള്ള ലൈവിലുണ്ടായിരുന്നു. ഇനിയും വരാനുള്ളവർ ദയവായിട്ട് ലൈവിലേക്ക് വരിക. അപ്പോൾ മാത്രമേ നമുക്ക് ഇന്ററാക്ഷൻസ് നടക്കുള്ളൂ. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഏരിയയിൽ എന്തിനെക്കുറിച്ചൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.
അപ്പോൾ അടുത്ത ലൈവിൽ ഞാൻ കൂടുതൽ ആളുകളെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അധികം വൈകാതെ ഞാനൊരു ലൈവ് ഉടനെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്കുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ദയവായിട്ട് കമൻറ്റുകളായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.